ഹായ് ഫ്രണ്ട്സ്, അനുരാജ് തോട്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു പാവയ്ക്ക റെസിപ്പിയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പാവയ്ക്കയുടെ കയ്പ്പ് ഓർത്തിട്ട് പാവയ്ക്കയെ തീരെ ഇഷ്ടപ്പെടാത്തവരുണ്ടാവും. ഈ കോവിഡ് സാഹചര്യത്തിൽ പാവയ്ക്കയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. പാവയ്ക്ക ഒരുപാട് ഗുണമുള്ളൊരു വെജിറ്റബിളാണ്. വൈറ്റമിൻ സി ധാരാളമായിട്ട് പാവയ്ക്കയിൽ അടങ്ങിയിട്ടുണ്ട്. പ്രതിരോധശേഷിക്ക് ഏറ്റവും ആവശ്യമുള്ളതാണ് വൈറ്റമിൻ സി. വീഡിയോ കുറച്ച് ലെങ്തി ആണെന്ന് കരുതി ആരും കാണാതെ പോകരുത്, ഫുള്ളായിട്ടും വീഡിയോ കാണണം. നല്ലൊരു റെസിപ്പിയാണ് പാവയ്ക്കയുടെ. കുട്ടികൾക്ക് വരെ പാവയ്ക്കത്തീയൽ ഇഷ്ടപ്പെട്ട് കഴിക്കാൻ പാകത്തിന് അധികം കയ്പില്ലാത്ത വിധത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം. സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം. എന്നാൽ ശരി, നേരെ വീഡിയോയിലേക്ക് പോവാം. ഈ പാവയ്ക്കത്തീയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 ഇടത്തരം സൈസിലുള്ള പാവയ്ക്കയാണ് എടുത്തിട്ടുള്ളത്. ഇത് കഴുകി അരിഞ്ഞ് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുള്ളതാണിത്. 4 മീഡിയം സൈസ് സവാളയും കനം കുറഞ്ഞ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി അടുപ്പിലേക്ക് ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ട് ചട്ടി ഒന്ന് ചൂടാകുമ്പോൾ 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെയാണ് കറിക്ക് നല്ലത്, തീയലിനൊക്കെ എപ്പോഴും നല്ലത്. അതിലേക്ക് അരിഞ്ഞു വെച്ച പാവയ്ക്ക ചേർത്തിട്ട് ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് സവാളയും കൂടി ചേർത്ത് കൊടുക്കണം. മീഡിയം ഫ്ലെയിമിലാണ് തീ വെക്കേണ്ടത് നമ്മൾ. ഇതിലേക്ക് ഇനി 3 പച്ചമുളകും കൂടി കീറിയിട്ടിട്ട് മൂടി വെച്ച് വേവിക്കാം. ഒരു 7 മിനിറ്റ് ആവിയിൽ തന്നെ വാട്ടിയെടുക്കണം. കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് വേണം കേട്ടോ ഇത് മൂടി വെക്കാനായിട്ട്. ഞാനത് ഷൂട്ട് ചെയ്യാനായിട്ട് വിട്ടുപോയി ഉപ്പ് ചേർക്കുന്നത്. ഇതിപ്പോൾ ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇതുപോലെയാണ് ഒന്ന് വാടി കിട്ടേണ്ടത്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഈ സെയിം ചട്ടിയിൽ തന്നെ നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. ഒരു മീഡിയം സൈസ് തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുള്ളതാണിത്. ഈ തേങ്ങയിലെ ജലാംശം ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിൽ ജലാംശമൊക്കെ ഒന്ന് വിട്ട് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ആദ്യമേ കുറച്ച് നേരം തീ ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചേക്കാം. ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓരോ തേങ്ങയുടെ അനുസരിച്ചിരിക്കും. നല്ല വിളഞ്ഞ തേങ്ങയാണെങ്കിൽ ഇത്രയും ചേർത്ത് കൊടുക്കണ്ട. ഇതിപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് മൂത്തിട്ടില്ലാത്തതുകൊണ്ടാണ്, പച്ചപ്പുള്ള തേങ്ങ ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തേക്കുന്നത്. തേങ്ങ ഒന്ന് എണ്ണയിൽ വാടി വരുമ്പോഴേക്കും അതിലേക്കൊരു 6-7 ചുവന്നുള്ളിയും ഒരു 10-25 കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഒന്നുകൂടെ മൂപ്പിച്ചെടുക്കണം. ഇടയ്ക്ക് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. പച്ചപ്പോടെയുള്ള തേങ്ങ ആയതുകൊണ്ടാണ് വീണ്ടും എണ്ണ ചേർത്ത് കൊടുക്കേണ്ടി വരുന്നത്. മൂത്ത തേങ്ങയാണെങ്കിൽ തേങ്ങ വറന്നു വരുമ്പോൾ തന്നെ അതിൽ നിന്ന് എണ്ണ ഇറങ്ങി വരും. തീയലിന് കുറച്ച് മെഴുക്കോടി ഇരിക്കണതാണല്ലോ നല്ലത്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് കുറച്ചുകൂടി എണ്ണയൊക്കെ ചേർത്ത് നല്ലോണം വറുത്തെടുക്കുന്നത്. ഇതിപ്പോൾ നല്ല വറന്ന് വന്നിട്ടുണ്ട്. ഈ ഭാഗം തന്നെ മതിയാവും. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ സമയത്തൊക്കെ തീ ലോ ഫ്ലെയിമിൽ വേണം വെച്ചേക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും. ഇപ്പോൾ പാകത്തിന് വറുത്തെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോവും. അതോടെ കറിയുടെ ടേസ്റ്റൊക്കെ അങ്ങ് മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് തീ ലോ ഫ്ലെയിമിൽ വെച്ചേക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 1/2 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 ടീസ്പൂണും അതിൽ ഇച്ചിരി കൂടുതൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. ഈ കാശ്മീരി മുളക് പൊടി ചേർക്കുമ്പോൾ കറിക്ക് നല്ലൊരു കളറ് കിട്ടും. പിന്നെ സാധാരണ ഒരു മുളക് പൊടി ചേർത്ത് കൊടുക്കാത്തതിൻ്റെ കാരണം ആദ്യമേ പച്ചമുളകും കുരുമുളകും ഒക്കെ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. ഇനിയും സാധാരണ മുളക് പൊടിയും കൂടെ ചേർത്താൽ ഒരുപാട് എരിവായാൽ കുട്ടികളൊക്കെ കഴിക്കാൻ പാടാണ്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് കാശ്മീരി മുളക് പൊടി മാത്രം ചേർക്കുന്നത്. ഇതൊന്ന് ആറാൻ വേണ്ടി കുറച്ച് നേരം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ആറി കഴിയുമ്പോൾ നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ച മിക്സിയിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് കഴുകി ആ വെള്ളം കൂടി ചേർത്ത് വെക്കാം. നമ്മൾ കുറേ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത് നമുക്ക് ഇനി നോക്കിയിട്ട് ഒഴിക്കാം. പുളിവെള്ളമൊക്കെ ചേർക്കാനുള്ളതാണ്. ഒരു ചെറിയ നാരങ്ങ വലിപ്പത്തിൽ വാളംപുളി എടുത്തിട്ട് അതൊന്ന് പിഴിഞ്ഞ് അരിച്ചെടുത്ത വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഈ പുളിവെള്ളവും ഈ അരപ്പും എല്ലാം പാവയ്ക്കയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർക്കാം.
ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പ് മതിയോ നോക്കിയിട്ട് ഉപ്പും വേണമെങ്കിൽ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. പാവയ്ക്കത്തീയലിൻ്റെ കയ്പ്പ് ഒന്ന് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് 2 ടേബിൾ സ്പൂണോളം ശർക്കര ഉരുക്കി അരിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. പാവയ്ക്കത്തീയൽ ഇവിടെ നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫൈനൽ സ്റ്റേജ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇച്ചിരി താളിച്ചും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ പാവയ്ക്കത്തീയലിൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. അടിപൊളി പാവയ്ക്കത്തീയൽ റെഡി ആയിട്ടുണ്ട്. പാവയ്ക്കയുടെ കയ്പ്പ് ഇഷ്ടമില്ലാത്തവർക്കും കൂടി ഇങ്ങനെ വെച്ചാൽ കഴിക്കാൻ ഇഷ്ടമായിരിക്കും. നല്ല ടേസ്റ്റാണ്. നല്ലൊരു സ്മെല്ല് ഇപ്പോൾ ഇവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ പാവയ്ക്കത്തീയലിൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസായിട്ട് അറിയിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.